ഹായ് ഹലോ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എൻ്റെ നൈറ്റ് ഞാൻ കിടക്കാൻ പോകുമ്പോൾ ഞാൻ മുടി എങ്ങനെയാണ് നോക്കുന്നത്, എങ്ങനെയാണ് ബൺ ചെയ്യുന്നതെന്നൊക്കെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ മുടി ഇങ്ങനെ ഇപ്പോൾ ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ട് മുടി ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കെട്ടി വെച്ചേക്കുകയായിരുന്നു. അപ്പം മുടി ഉടക്കൊന്നും എടുത്തിട്ടില്ല, ചീകാതെ അങ്ങനെ വെച്ചേക്കുകയാണ്. അപ്പോൾ 2 പാർട്ടീഷനായിട്ട് എടുത്തിട്ട് നമ്മൾ കോംബ് ചെയ്യണം. കോംബ് ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒത്തിരി വിടവുള്ള ഒരു ഷീപ്പാണ്. എപ്പോഴും നമ്മൾ മുടി ഡീറ്റാങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വിടവുള്ള ഒരു ചീപ്പ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 2-3 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കോംബാണ്, ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് കോംബ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരിക്കലും മുകളിൽ നിന്ന് ചീകി തുടങ്ങരുത്. മുടിയുടെ ഏറ്റവും താഴെ അറ്റത്ത്, നിങ്ങൾക്ക് എത്ര ലെങ്തുള്ള ഹെയർ ആയിരുന്നാലും മുടിയുടെ ഏറ്റവും താഴെ അറ്റത്തുനിന്ന് വേണം മുടി ചീകി വരാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല ഉടക്കൊക്കെ ഉണ്ടെങ്കിൽ കൈവച്ച് മാക്സിമം സാവധാനം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ മുടി നമ്മൾ കോമ്പൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും മുടി പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ ഏറ്റവും താഴേന്ന് ചീകി കുറച്ച് കുറച്ചായിട്ട് മുകളിലോട്ട് കൊണ്ടുവന്ന് വേണം ചെയ്യാനായിട്ട്. എത്ര ഇതായിട്ട് നിങ്ങൾക്കിപ്പോൾ മുടിയിൽ ഉടക്കില്ലെങ്കിലും ശരി, നിങ്ങളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. ചെറിയ ഉടക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ അങ്ങ് മാറിപ്പൊക്കോളും. കണ്ടോ, ഞാനിങ്ങനെ ചെയ്യുന്ന കണ്ടോ. ഇതുപോലെ പതുക്കെ കൈ കൊണ്ട് ഇടയ്ക്ക് പതുക്കെ കൈ കൊണ്ടൊക്കെ എടുത്ത് കൊടുക്കുക. ഇത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഇപ്പുറത്ത് അത്യാവശ്യം എനിക്ക് നല്ല രീതിയിൽ മുടി ഉടക്കായിട്ടിരിക്കുക കണ്ടോ. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ മുടി ഞാൻ ഏറ്റവും കൂടുതലും ഞാൻ മുടി ഇങ്ങനെ അഴിച്ചിട്ടിട്ട് കെട്ടത്തില്ല, ഒതുക്കി കെട്ടി വയ്ക്കും. അപ്പോൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും മുടി ഇങ്ങനെ നമ്മുടെ സീറ്റിലേക്ക് ചാരിയിരിക്കുന്ന ടൈമിൽ അല്ലാതെയൊക്കെ തന്നെ മുടി ഇങ്ങനെ കെട്ട് വീണാനായിട്ട് ചാൻസ് ഉണ്ട്. മുടി അഴിച്ചിടുമ്പോൾ ഉള്ളതുപോലെ തന്നെയാണ് ഇത്. പക്ഷേ മുടി അഴിച്ചിടുമ്പോൾ ഇതിനേക്കാളും ഡീറ്റാങ്കിൾ ആവും, ഇതാവും, ഉടക്കാവും. അതിനേക്കാളും കുറവായിരിക്കും ഇത്. പക്ഷേ എന്നിരുന്നാലും അത്യാവശ്യം എനിക്ക് പെട്ടെന്ന് മുടി ഉടക്ക് പിടിക്കുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനത്തെ ഒരു ഹെയറാണ്. അപ്പോൾ ഞാനിതുപോലെ പതുക്കെ ഇങ്ങനെ, ഞാൻ എന്നും ഡെയിലി ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യെടുക്കുക. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മുടി കുറച്ചിങ്ങ് വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ എനിക്ക് അത്യാവശ്യം മുടി നല്ല രീതിക്ക് തന്നെ കൊഴിയുന്നുണ്ട്. അതിൻ്റെയാണ്. അപ്പോൾ ചൂടൂടെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മുടി കെട്ടി ഒതുക്കി പറക്കിയൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മുടി കൊഴിയുന്നുണ്ട് കണ്ടോ. ഇതൊന്നും അല്ല, ഇത് കാണാനിരിക്കുന്നതേ ഉള്ളൂ. കുറച്ചുകൂടെ ഉണ്ട് കൊഴിഞ്ഞതൊക്കെ. ഞാൻ ആദ്യം വിചാരിച്ചു 2 മുടിയേ വന്നിട്ടുള്ളൂ, പക്ഷെ അങ്ങനെയല്ല, അത്യാവശ്യം വന്നിട്ടുണ്ട് മുടി കണ്ടോ. ഇതൊക്കെ സാധാരണയായിട്ട് നാച്ചുറലായിട്ടുള്ള കൊഴിയലാണ്. ഇതൊക്കെ നമുക്ക് എന്തായാലും 10 മുടി എന്നും പോവും, അതിൽ കണക്കാക്കി, അത്രയേ ഉള്ളൂ. ഒരുപാടൊന്നും പോയിട്ടില്ല. നമ്മളിങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇത്രയും ഒരു കുറച്ച് മുടിയൊന്നുമില്ല. നമ്മൾ പിടിച്ചിട്ട് വലിച്ച് മുടി പൊട്ടുന്ന രീതിയിൽ നമ്മൾ മുടി ഉടക്കായിട്ടിരിക്കണതെന്ന് ശ്രദ്ധിക്കാതെ ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റായിട്ട് പൊട്ടി ഇങ്ങ് പോരും. അപ്പോൾ ഇതൊന്നും ആയിരിക്കത്തില്ല അവസ്ഥ. ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഡീറ്റാങ്കിൾ ചെയ്തെല്ലാം എടുത്തതിന് ശേഷം ഞാൻ സെറമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ സെറം ഞാൻ ഉപയോഗിക്കുന്നത് തീർന്നു പോയി. അങ്ങനെ സെറം തീരുന്ന അവസ്ഥയിൽ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബദാം ഓയിൽ. ഒരു 2-3 ഡ്രോപ്പ് ഞാൻ കയ്യിലെടുത്തിട്ട് മുടിയിൽ, തലയോട്ടിയിലൊന്നും ഇടത്തില്ല, മുടിയിൽ മാത്രം. മുടിയുടെ കൂടുതലും തുമ്പിലായിരിക്കും, മുടിയുടെ ഏറ്റവും ലാസ്റ്റ് അറ്റത്തായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് ഒന്ന് ചീകി കൊടുത്തിട്ട് ഇതുപോലെ മുടി സൈഡിലെടുത്തിട്ടിട്ട് മെടഞ്ഞിടുകയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കിതാണ് കുറച്ചുകൂടെ കംഫർട്ട്. കൂടുതലും കംഫർട്ട് എനിക്ക് മുകളിൽ വാരി കെട്ടി വയ്ക്കുന്നതാണ്. പക്ഷേ ഈ മുടിക്ക് കുറച്ചുകൂടെ ലെങ്ത് വേണമെന്ന് എനിക്ക് തോന്നുന്ന സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെ മെടഞ്ഞിടും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ മുകളിലായിട്ട് ഇങ്ങനെ കെട്ടി വയ്ക്കും. അങ്ങനെയാണ് സ്വാഭാവികം ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ നൈറ്റ് ഹെയർ കെയർ വീഡിയോ. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കനും ഓണാക്കി വയ്ക്കുക കേട്ടോ. ടാറ്റാ.